ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ സരസ്വതി അമ്മയും പൂജയും ഒക്കെ കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ പൂജയ്ക്കും അതുപോലെ സരസ്വതി അമ്മയ്ക്കും ആകെ ഒരു ടെൻഷൻ. സുമിത്രയ്ക്ക് എന്തേ ഒരു വയ്യാഴിക പോലെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ എന്തായാലും മകന് ബ്ലഡ് കൊടുത്ത് മകനെ രക്ഷിച്ചത് കൊണ്ട് സരസ്വതി അമ്മയ്ക്ക് സുമിത്രയോട് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നിർബന്ധിച്ച് സുമിത്രയെ സരസ്വതി അമ്മയും പൂജയും കൂടെ ചേർന്ന് അവിടുന്ന് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ സുമിത്രയാണെങ്കിൽ എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. എനിക്കൊന്ന് കിടക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും സുമിത്രയെയും സരസ്വതിയമ്മ അതുപോലെ പൂജയെ കൂട്ടി വീട്ടിലോട്ട് പറഞ്ഞു വിടാനായിട്ട് തുടങ്ങുന്നു. ഇത് കഴിഞ്ഞ് സരസ്വതിയമ്മ അങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ ശീതളും ഉണ്ട്. സുമിത്രയും സരസ്വതിയമ്മയും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഇവരിങ്ങ് വീട്ടിലോട്ട് പോരുകയും ചെയ്തു. സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ സുമിത്രയുടെ കാര്യങ്ങൾ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നു. അതുപോലെ ശീതളാണെന്നുണ്ടെങ്കിൽ അച്ഛന് ബോധം തെളിയാത്തതിൻ്റെ ടെൻഷനിലിരിക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. പിന്നെ നമ്മുടെ സുമിത്രയും അതുപോലെ പൂജയും കൂടെ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് സരസ്വതി അമ്മ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവന്ന് വളരെ കാര്യമായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അങ്ങനെ ഓരോന്നൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പൂജ ചെയ്യുക. പിന്നെ സുമിത്രയെ കൊണ്ടുവന്നു വീട്ടിലൊക്കെ കിടത്തി സുമിത്രയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കണു. അങ്ങനെ അമ്മയും മകളും വളരെ ഹാപ്പി ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നു. കാരണം അമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ മകള് അമ്മയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് സകല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. കൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളിങ്ങനെ കൊണ്ടുപോകുക. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലായി. ഈ സമയത്ത് നമ്മുടെ സിദ്ധുവിന് പതുക്കെ ബോധം തെളിഞ്ഞ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും കണ്ടു. അതായത് ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പകച്ചിങ്ങനെ നോക്കുക മൊത്തത്തിൽ. അപ്പോൾ മകളെയാണല്ലോ അവസാനമായി കണ്ടത്. ശീതളയെന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോഴേക്കും നേഴ്സി എന്ന് പറഞ്ഞു, ഇന്ന പോലെ സിദ്ധുവിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, കാണേണ്ടവർക്ക് കയറി കാണാമെന്ന്. വേഗം ഓടി ഇവർ സന്തോഷം കൊണ്ട് ഓടി ചെല്ലുക. സരസ്വതിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് എൻ്റെ മോന് ബോധം തെളിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ഇങ്ങനെ ഓടി കതച്ച് അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. അങ്ങനെ ഓടിക്കതച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മോനെ കാണുന്നു. ആ കണ്ട നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൈവങ്ങൾക്ക് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് സരസ്വതി അമ്മ ചെല്ലുന്നത്. മോനെ സിദ്ധു എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് മോൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം അമ്മയും മോനും പരസ്പരം കാണുന്നതാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ മകനെ കയ്യിലിങ്ങി പിടിച്ചപ്പോഴേക്കും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിദ്ധു അമ്മയെന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. എൻ്റെ പൊന്നുമോൻ എന്താടാ പറ്റിയത്, എൻ്റെ മോൻ ഇത്രയും കാലം എവിടെയായിരുന്നടാ എന്നൊക്കെ ചോദിച്ച് വാതോരാതെ സരസ്വതി അമ്മ കുറേ സംസാരങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ അമ്മയും മോനും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നു. അച്ഛനെ കണ്ട ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശീതൾ. പിന്നെ മോളെ ശീതളയെന്നും പറഞ്ഞിങ്ങനെ വിളിച്ച് ശീതളിൻ്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെ ശീതളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ മോളെ എന്നും പറഞ്ഞു. അപ്പോൾ അച്ഛൻ മകളുടെ ഈ ഒരു അവസ്ഥ കണ്ടല്ലോ, ശീതളിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ സിദ്ധുവിനാകെ വിഷമമായി. അപ്പോൾ അത് കാരണം സിദ്ധുവിനെ ഫേസ് ചെയ്യാനൊരു വിഷമം ശീതളിനുണ്ടായിരുന്നു. അങ്ങനെ ശീതളാകെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ മോളെ എന്നും പറഞ്ഞ് വിളിച്ച് കുറേ കാര്യമൊക്കെ ചെയ്തു. ഈ നേരം കൊണ്ട് നമ്മുടെ ഡോക്ടർ അപ്പോൾ സിദ്ധു ഓക്കെ ആയല്ലോ. അപ്പോൾ സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് സിദ്ധുവിനെ നോക്കാൻ ഒരാൾ വേണം. അതുപോലെ തന്നെ സിദ്ധുവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒരാൾ അടുത്ത് വേണം. അങ്ങനെ സിദ്ധുവിനെ നോക്കാനായിട്ട് ഇപ്പം നിലവിൽ വേറെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. അയാൾക്കൊരു പരിധി കൂടുതൽ സിദ്ധുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും നോക്കാനോ ഇടപെടാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം സിദ്ധുവിനോട് എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം ഡോക്ടർ ചോദിച്ചു. അപ്പോൾ സിദ്ധുവിന് പോകാനൊരു പോക്കടമില്ല. അപ്പോൾ സിദ്ധുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരാൾ അമ്മയുണ്ട്. അപ്പോൾ അമ്മയും മകളും അടുത്തുള്ളത് കൊണ്ട് അവരോടാണ് ഡോക്ടർ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കയറി അങ്ങ് ഏറ്റു. മോനെ നോക്കിക്കോളാം, മോനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശീതൾ അങ്ങനെ വല്ലാണ്ടായി. അച്ഛനെ ഇനിയിപ്പോൾ അമ്മ വീട്ടിൽ കയറ്റുമോ എന്നുള്ളൊരിത്. അപ്പോൾ അച്ഛനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നുള്ള രീതിയിൽ ശീതൾ സംസാരിക്കാൻ തുടങ്ങി. ശീതളിൻ്റെ ഉള്ളു കിടന്ന് പിടയ്ക്കുന്നുണ്ട്. കാരണം അതെങ്ങാനും സച്ചിൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശീതളിന് പണി കിട്ടും. അത് ശീതളിന് അറിയാം. പക്ഷെ അച്ഛനെ ഉപേക്ഷിക്കാനും വയ്യല്ലോ ഈ ഒരു അവസ്ഥയിൽ. തനിക്ക് കിട്ടേണ്ടതാണ് അച്ഛൻ വന്നത് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ചെകുത്താനും കടലിനും നടുവിലായി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി ശീതളിൻ്റെ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് സരസ്വതി അമ്മ അതങ്ങ് കയറി ഏറ്റു. ഈ സമയത്ത് സുമിത്രയോ പൂജ ഇതൊന്നും അറിയുന്നില്ല. സുമിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ വീട്ടിൽ അവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശീതൾ സുമിത്രയെ ഫോണിൽ വിളിച്ചിട്ട് അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ സുമിത്ര പതുക്കെ എഴുന്നേറ്റ് ഇരുന്നു. ശീതളിൻ്റെ കോൾ എടുത്തു. അമ്മേ, അച്ഛന് ബോധം തെളിഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് അച്ഛമ്മ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം മകൾ ചോദിച്ചപ്പോഴേക്കും സുമിത്ര ഞെട്ടി.
അദ്ദേഹത്തിന് അയാളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഇതിന് ശേഷവും നോക്കണം, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അച്ഛനെ നോക്കാൻ ഒരാൾ ഫുൾ ടൈം കൂടെ വേണം, അതുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ട് നമ്മുടെ സുമിത്രയൊക്കെ സ്തംഭിച്ചിരിക്കുക. പെട്ടെന്ന് പൂജ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഫോണും കട്ട് ചെയ്തു. അപ്പോഴും ശീതളിനറിയാം സുമിത്രയ്ക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത്. ഈ കാര്യം അന്നേരം നമ്മുടെ പൂജ ചോദിച്ചു, എന്താ അമ്മേ, ആരാ അമ്മയെ വിളിച്ചതെന്ന്. അപ്പോൾ സിദ്ധാർത്ഥൻ ഓക്കെ ആയി, അയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. അതിപ്പോൾ നല്ല കാര്യമല്ലേ, സിദ്ധുങ്ങളിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സുമിത്ര പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട് മോളെ. എന്താ പ്രശ്നം അമ്മേ, എന്താ കാര്യം, അങ്കിളിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്കിളിന് വേറെ പ്രശ്നം ഉണ്ടായിട്ടല്ല, ഡിസ്ചാർജ് ചെയ്താൽ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അമ്മ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? അതെന്തിനാ അച്ഛമ്മ അങ്ങനെ കയറിയേറ്റത്? അച്ഛമ്മ അങ്ങനെ ചെയ്തത് ശരിയാണോ? ഒരിക്കലും അങ്കിളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒക്കുമല്ലമ്മേ. അതൊന്നും ശരിയായ കാര്യമല്ല. അമ്മയുടെ ആദ്യ ഭർത്താവ് ഇപ്പം ആരോരും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ, എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോയതല്ലേ, ഇപ്പം ആരോരും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ പഴയ ഭർത്താവ് അമ്മയുടെ കൂടെ താമസവും ഉറപ്പിക്കാനോ ഒരിക്കലും അത് പറ്റില്ലമ്മേ. അത് സാധ്യമാകുന്ന കാര്യമല്ലമ്മേ. അമ്മ അതിന് സമ്മതിക്കരുത്. അമ്മ ഇപ്പം തന്നെ അച്ഛമ്മയെ വിളിച്ചു പറ, സിദ്ധുങ്ങളിനി ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്, അമ്മയുടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് അമ്മ തന്നെ വിളിച്ചു പറയണം. അല്ലെങ്കിൽ അയാളെയും കൂട്ടി അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സുമിത്രയും പൂജയും സംസാരിക്കുന്നു. എന്ത് തീരുമാനം എടുക്കണം ഇന്നും സുമിത്രയ്ക്ക് അറിയില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാനുള്ളൊരു ഗഡ്സ് സുമിത്രയ്ക്ക് ഈ ഒരു കാര്യത്തിൽ വരുന്നില്ല. അങ്ങനെ ഇവരുടെ വീട്ടിൽ അമ്മയും മോളും കൂടെ സംസാരിക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് സിദ്ധുവിൻ്റെ കൂടെയുള്ള ആ ചേട്ടനെ ഇതേ വിളിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ്. അപ്പോൾ അനിരുദ്ധ് വിളിച്ചു. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, സിദ്ധാർത്ഥൻ സാറിനെ ഡിസ്ചാർജ് ചെയ്തു സാറിനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുവാണെന്ന് പറഞ്ഞപ്പോഴേക്കും അനിരുദ്ധൻ ഞെട്ടി. ഇനി അങ്ങോട്ടെങ്ങാനും ആണോ കൊണ്ടുവരുന്നത് എന്നുള്ളൊരിതിൽ. അപ്പോൾ അനിരുദ്ധൻ പേടിക്കണ്ട, ഞങ്ങൾ സാറിനെ സരസ്വതി അമ്മ എന്ന് പറയുന്ന നിങ്ങളുടെ അച്ഛമ്മയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുചെന്ന് അവരുടെ വീട്ടിലാണ് താമസിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് നിങ്ങൾ സരസ്വതി അമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയും കൂടെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധൻ ഇങ്ങനെ ഞെട്ടി. സരസ്വതി അമ്മ, അതായത് അച്ഛമ്മ. അപ്പോൾ അത് ഇവരെല്ലാവരും കൂടെ കണ്ടുമുട്ടാൻ പോകുന്നു. പക്ഷെ ഇതിനിടയിൽ ഇപ്പോൾ പൂജ ഇതിനൊന്നും സമ്മതിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരെടുത്ത തീരുമാനമാണ്, എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് സിദ്ധാർത്ഥനും സുമിത്രയും ഒന്നിക്കാൻ പോവുകയാണോ? മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയ സിദ്ധാർത്ഥൻ സുമിത്രയുമായി ഒന്നിക്കാൻ പോവുകയാണോ? അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി ഇടിവെട്ട് അട്ടാർ എപ്പിസോഡുമായിട്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ, സി യു, ബൈ.